ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2026 റിലീസായിരിക്കുന്ന ദൃഢം എന്ന മലയാളം മൂവിയാണ്. ശാന്തസുന്ദരമായ ഒരു ഗ്രാമപ്രദേശത്ത് എസ് ആയി കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വരുന്ന നായകൻ. പക്ഷെ നായകൻ ജോയിൻ ചെയ്തതിനു ശേഷം ആ ഗ്രാമത്തിൽ തുടർച്ചയായി നടക്കുന്ന കവർച്ചയും കൊലപാതകങ്ങളും. നായകന്റെ പരിചയക്കുറവ് കാരണം അന്വേഷണം വഴിമുട്ടുന്നു. പക്ഷെ ഒടുവിൽ അവൻ യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കുമ്പോഴാണ് ട്വിസ്റ്റ് വെളിപ്പെടുന്നത്. അപ്പൊ ഇനിയും പറഞ്ഞ് കൂടുതൽ ലാഗടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ മൂവിയിലേക്ക് പോകാം. മൂവിയുടെ തുടക്കത്തിൽ നായകനായ വിജയ് കുഴിനിൽ എന്നൊരു ഗ്രാമത്തിൽ എസ് ആയി ചാർജ് എടുക്കാൻ പോകുന്നതാണ് കാണിക്കുന്നത്. യാത്രക്കിടെ വിജയെ ഡിവൈഎസ്പി റിട്ടയർഡ് ചെയ്ത അവന്റെ അങ്കിള് രാജീവ് വിളിച്ച് സംസാരിക്കുന്നു. കുഴിനിൽ അധികം പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു ശാന്തമായ സ്ഥലമാണെന്നും കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണെന്നും രാജീവ് അവനോട് പറയുന്നു. മാത്രമല്ല സ്റ്റേഷനിലുള്ളവരൊക്കെ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണെന്നും അതുകൊണ്ട് എന്തിനും അവരുടെ കൂടെ അഭിപ്രായം തിരക്കുന്നത് നല്ലതാണെന്നും അദ്ദേഹം അവനോട് പറയുന്നു. പക്ഷെ എന്ന് കരുതി ആരെ തലയെ കയറ്റി വെക്കരുതെന്നും അവരുടെ കൂടെ കള്ളുകൂടി പാർട്ടിക്കൊക്കെ കൂടി നിന്നോടുള്ള ബഹുമാനം നശിപ്പിക്കരുതെന്നും കൂടെ രാജീവ് വിജയ് ഓർമ്മിപ്പിക്കുന്നു. ശേഷം നീണ്ട യാത്രക്കൊടുവിൽ വിജയ് കുഴിനിലം പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. വിജയ് പുതിയ ഇൻസ്പെക്ടറായി ചാർജ് എടുക്കാൻ വന്നതാണെന്ന് അറിഞ്ഞതും സ്റ്റേഷനിലുള്ള മറ്റു പോലീസുകാർ വളരെ ബഹുമാനത്തോടെയാണ് അവനെ സ്വീകരിക്കുന്നത്. ആ സ്റ്റേഷനിൽ ASI കൃഷ്ണൻ, സീനിയർ കോൺസ്റ്റബിൾ ബാലൻ, സത്യൻ, ബിബീഷ്, രമ്യ, വിദ്യ, ആനന്ദ് എന്നിങ്ങനെ 7 പേരാണ് ജോലി ചെയ്തിരുന്നത്. ആനന്ദിന്റെ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അവൻ 2 ദിവസമായിട്ട് ലീവാണെന്ന് കൃഷ്ണൻ വിജയോട് പറയുന്നു. സ്റ്റേഷനിലുള്ളവരെയെല്ലാം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വിജയ് പരിചയപ്പെടുന്നു. വിദ്യയ്ക്കാവട്ടെ ആദ്യം കാണുമ്പോൾ തന്നെ വിജയോട് ചെറിയൊരു ക്രഷ് തോന്നുന്നു. വിജയുടെ സംസാരത്തിൽ നിന്നും അവൻ അൺമാരീഡ് ആണെന്നും കൂടി മനസ്സിലാകുന്നതോടെ അവൾക്കെന്തോ ചെറിയ സന്തോഷം തോന്നുന്നു. സ്റ്റേഷനിലെ പിറകിലുള്ള ക്വാർട്ടേഴ്സിലാണ് വിജയ്ക്ക് താമസ സൗകര്യം ഒരുക്കിയിരുന്നത്. നാട്ടുകാരായ ആനന്ദ്, സത്യനും ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത്. സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ പൊസിഷനിൽ ആള് വന്നിട്ടില്ലാത്തതുകൊണ്ട് വിജയ് നേരെ ഡിവൈഎസ്പിയുടെ അടുത്ത് എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇൻസ്പെക്ടർ പോസ്റ്റിംഗ് നടക്കാത്തതുകൊണ്ട് ആ ഡ്യൂട്ടി കൂടി തൽക്കാലം തനിക്കായിരിക്കുമെന്ന് ഡിവൈഎസ്പി വിജയെ അറിയിക്കുന്നു. ഡിവൈഎസ്പി ഓഫീസിൽ നിന്ന് തിരിച്ച് സ്റ്റേഷനിലേക്ക് പോകും വഴി ആനന്ദിന്റെ വീട്ടിലേക്കുള്ള വഴി കൃഷ്ണൻ വിജയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആനന്ദിന്റെ വീട്ടിലൂടെ കയറി അവന്റെ അമ്മയെ കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിജയ് മറുപടി പറയുന്നു. ശേഷം അവര് ആനന്ദിന്റെ വീട്ടിലേക്ക് പോകുന്നു. തലേന്ന് ബിബീഷ് വഴി വിജയ് ജോയിൻ ചെയ്ത് അറിഞ്ഞിരുന്നെങ്കിലും അവര് വീട്ടിലേക്ക് വരുമെന്ന് ആനന്ദ് പ്രതീക്ഷിച്ചിരുന്നില്ല. ആനന്ദിനെ പരിചയപ്പെട്ട ശേഷം അവന്റെ വയ്യാതെ കിടക്കുന്ന അമ്മയും വിജയ് ചെന്ന് കാണുന്നു. രോഗമെല്ലാം വേഗം മാറട്ടെ എന്ന് ആശ്വാസവാക്ക് പറഞ്ഞിട്ടാണ് വിജയ് അവിടെ നിന്ന് തിരിച്ചിറങ്ങുന്നത്. അന്ന് രാത്രി വിജയ് ഡിന്നറിനുള്ള ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവനുള്ള ഭക്ഷണവും കൊണ്ട് രമ്യയും വിദ്യ അവിടേക്ക് വരുന്നത്. ഞങ്ങൾ സാറിനും കൂടിയുള്ള ഫുഡ് ഉണ്ടാക്കിയതാണെന്ന് വിദ്യ പറയുമ്പോ ഭക്ഷണം ഇവള് തനിച്ചാണ് ഉണ്ടാക്കിയതെന്ന് രമ്യ തിരുത്തി പറയുന്നു. അത് കേൾക്കുമ്പോഴ് വിദ്യയ്ക്ക് തന്നോടൊരു ഇഷ്ടമുണ്ടെന്ന് വിജയ്ക്ക് മനസ്സിലാവുന്നു. പക്ഷെ കൂടുതലൊന്നും പറയാതെ ഒരു നന്ദി വാക്കിൽ അവൻ മറുപടി ഒതുക്കുന്നു. പിറ്റേ ദിവസം രാവിലെ പുറത്തേക്ക് നോക്കുമ്പോൾ ദിവ്യ കരാട്ടെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് വിജയ് കാണുന്നത്. സ്റ്റേഷനിൽ വെച്ച് വിജയ് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ താൻ ഒരു കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണെന്ന് വിദ്യ മറുപടി പറയുന്നു. അന്ന് രാത്രി വിജയ് ഒഴികെ മറ്റെല്ലാവരും ചെറിയൊരു കള്ളുകൂടി പരിപാടിയുമായി ക്വാർട്ടേഴ്സിൽ ഒത്തുകൂടുന്നു. കൃഷ്ണൻ ചെന്ന് വിജയെ ക്ഷണിക്കുന്നെങ്കിലും തനിക്ക് മദ്യപാനശീലമില്ലെന്ന് പറഞ്ഞ് വിജയ് അതിൽ നിന്ന് ഒഴിവാകുന്നു. പിറ്റേ ദിവസം വിജയ് സ്റ്റേഷനിലിരിക്കുമ്പോഴാണ് ടൗണിലെ ഒരു ബാർ ഉടമ വിജയെ കാണാൻ വരുന്നത്. മാസത്തെ സ്റ്റേഷനിലുള്ളവർക്ക് പതിവായി കൊടുക്കുന്നതാണെന്ന് പറഞ്ഞ് അയാൾ കുറച്ചു പണം വിജയ്ക്ക് കൊടുക്കുമ്പോൾ വിജയ് അത് വാങ്ങാൻ കൂട്ടാക്കുന്നില്ല. അല്പം ഗൗരവത്തോടെ തന്നെ അയാളെ പറഞ്ഞു വിട്ട ശേഷം വിജയ് കൃഷ്ണനെ വിളിച്ച് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു. അടുത്തുള്ള ചില ബിസിനസ്സുകാരൊക്കെ ഇങ്ങനെ പണം തരുന്നത് പതിവാണെന്നും പക്ഷെ അതിനു പകരം ഒരുപാട് വഴിവിട്ട സഹായങ്ങളൊന്നും ചെയ്യേണ്ടി വരില്ലെന്നും കൃഷ്ണൻ വിജയോട് പറയുന്നു. മാത്രമല്ല സ്റ്റേഷനിലെ പല അറ്റകുറ്റപ്പണികൾക്കും സർക്കാർ പൈസ തരാത്തതുകൊണ്ട് ഇങ്ങനെ ആരെങ്കിലും പണം തരുമ്പോൾ അത്തരം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ടെന്നും കൃഷ്ണൻ അവനോട് പറയുന്നു. അത് കേട്ടതും എന്തായാലും നോക്കിയും കണ്ട് ചെയ്യാൻ പറഞ്ഞ് വിജയ് അത് തൽക്കാലത്തേക്ക് കണ്ണടയ്ക്കുന്നു. അല്പസമയത്തിനു ശേഷമാണ് റോഡിൽ ഒരു അടിപിടി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് കോള് വരുന്നത്. വിജയ് സംഘം അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ മുന്നിൽ വെച്ച് തന്നെ അടിപിടി കൂടുന്ന സജി എന്നൊരാളെയും ഒരു ചെറുപ്പക്കാരനെയാണ് കാണുന്നത്. അത് കണ്ടതും സജി ആ ചെറുപ്പക്കാരനെയും അവർ സ്റ്റേഷനിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. ആ ചെറുപ്പക്കാരനും 2 ഫ്രണ്ട്സും കൂടെ സജിയുടെ വീടിന് മുന്നിൽ വെച്ച് കഞ്ചാവ് വലിക്കുന്നത് കണ്ട് അത് ചോദ്യം ചെയ്തതിനാണ് ആ പയ്യൻ സജിയെ തല്ലിയത്. സജി പറഞ്ഞത് കേട്ട് ആ പയ്യനെ പരിശോധിക്കുമ്പോൾ അവന്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ പാക്കറ്റ് കഞ്ചാവ് കണ്ടെത്തുന്നു. ഈ സമയത്താണ് ആ പയ്യന്റെ അച്ഛനും അവന്റെ അങ്കിള് സാബുവും കൂടെ അവിടേക്ക് വരുന്നത്. സാബു ആവട്ടെ രാഷ്ട്രീയത്തിലോ അല്ലാതെയൊക്കെ അല്പം പിടിപാടുള്ള ആളായിരുന്നു. കഞ്ചാവ് കേസിന് ആ പയ്യനെ അറസ്റ്റ് ചെയ്യുകയാണെന്ന് വിജയ് പറയുമ്പോൾ സാബു അവന് കൈക്കൂലി ഓഫർ ചെയ്യുന്നു. പരസ്യമായ അത്ര ധൈര്യത്തോടെ സാബു അങ്ങനെ ചോദിച്ചതും നിയന്ത്രണം നഷ്ടപ്പെട്ട് വിജയ് അയാളോട് ചൂടാവുന്നു. ഒടുവിൽ കൃഷ്ണനും മറ്റുള്ളവരും ചേർന്ന് സാബുവിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. 1 മാസം കഴിഞ്ഞ ആ പയ്യൻ ജോലിക്കായി വിദേശത്തേക്ക് പോകാനിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. സാറ് ദയവ് ചെയ്ത് അവനെ വെറുതെ വിടണമെന്നും അവന്റെ ഭാവി നശിപ്പിക്കരുതെന്നും പറഞ്ഞ് ആ പയ്യന്റെ അച്ഛൻ വിജയോട് അപേക്ഷിക്കുന്നു.
ഒടുവിൽ ബാലനും കൃഷ്ണനും കൂടെ വിജയെ മാറ്റി നിർത്തി ഇതേ കാര്യം അല്പം മയത്തി പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. ഈ അറസ്റ്റ് വഴി ആ പയ്യന്റെ ജീവിതം നശിച്ചു പോകാൻ ഒരു കാരണമാവരുതെന്നും 1 മാസം കഴിഞ്ഞ് അവനിവിടുന്ന് പോവല്ലേ, പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്നും അവരെ രണ്ടുപേരും കൂടെ പറയുമ്പോ വിജയ് അതിനെ സമ്മതിക്കുന്നു. അങ്ങനെ ഒരു വാണിംഗ് കൊടുത്ത് വിജയ് അവരെ പറഞ്ഞയക്കുന്നു. നെക്സ്റ്റ് സീനിൽ റജി എന്നൊരാളുടെ പറമ്പ് വൃത്തിയാക്കാൻ വന്ന മനോഹരൻ എന്തോ കണ്ട് പേടിച്ച് സ്റ്റേഷനിൽ വിളിക്കുന്നതാണ് കാണിക്കുന്നത്. വിജയ സംഘവും സ്ഥലത്തെത്തി നോക്കുമ്പോ അഴുകിയ നിലയിലുള്ള ഒരു മനുഷ്യന്റെ കൈപ്പത്തിയാണ് കാണുന്നത്. എന്തായാലും ചുറ്റുമുള്ള സ്ഥലങ്ങളൂടെ ഒന്ന് പരിശോധിക്കണമെന്നും മാത്രമല്ല ഫോറൻസിക്കിലോ ഡോഗ് സ്ക്വാഡിലോ അറിയിക്കാനും വിജയ് തന്റെ സബോർഡിനേറ്റ്സിനോട് പറയുന്നു. അപ്പോഴേക്കും സംഭവങ്ങൾ അറിഞ്ഞ് നാട്ടുകാരും അവിടേക്ക് വരുന്നു. ഡോഗ് സ്ക്വാഡ് എത്തി പരിശോധിക്കുമ്പോഴാണ് പറമ്പിന്റെ കാട് പിടിച്ച ഒരു ഭാഗത്തായി മണ്ണ് കുഴിച്ചിട്ട നിലയിലുള്ള ഒരു അഴുകിയ ഡെഡ് ബോഡി കണ്ടെത്തുന്നത്. ഈ ഭാഗത്ത് കുറുക്കന്മാരുടെ ശല്യം ഉണ്ടെന്നും ഡെഡ് ബോഡി ഇവിടെ എവിടെയെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ കുറുക്കന്മാർ വല്ല അത് മാന്തി തുറന്ന് കൈപ്പത്തി കടിച്ചുകൊണ്ട് വന്ന് ഇട്ടതായിരിക്കുമെന്നും കുറച്ചു മുമ്പ് ആനന്ദ് പറഞ്ഞ കാര്യം വിജയ്ക്ക് ഓർമ്മ വരുന്നു. ആനന്ദ് പറഞ്ഞ പോലെ തന്നെ കുഴിച്ചിട്ടെടുത്ത് നിന്ന് മൃഗങ്ങൾ എന്തോ വലിച്ചു വാരി പുറത്തിട്ടേക്കുന്നത് പോലെയായിരുന്നു ആ ഡെഡ് ബോഡി കിടന്നിരുന്നത്. തലേ ദിവസം കനത്ത മഴ പെയ്തതിനാൽ പ്രത്യേകിച്ച് തെളിവുകളൊന്നും കണ്ടെത്താനാവുന്നില്ല. പക്ഷെ പോസ്റ്റ്മോർട്ടം ചെയ്തതിൽ നിന്നും 4-5 ദിവസം പഴക്കമുള്ള 30-35 വയസ്സിനിടയിലുള്ള ഒരു പുരുഷന്റെ ഡെഡ് ബോഡിയാണിതെന്നും തലയ്ക്ക് ശക്തമായ അടിയേറ്റതാണ് മരണ കാരണമെന്നും ഡോക്ടർ വിജയോട് പറയുന്നു. മാത്രമല്ല പിടിവലി നടന്നതുപോലെ ശരീരത്തിലൊക്കെ മറ്റു മുറിവുകളുണ്ടെന്നും ഡോക്ടർ കൂട്ടിച്ചേർക്കുന്നു. ഡെഡ് ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അടുത്ത കാലയളവിൽ നമ്മുടെ സ്റ്റേഷനിൽ വന്നിട്ടുള്ള 30-35 ഇടയിൽ പ്രായമുള്ളവരുടെ മിസ്സിംഗ് കംപ്ലൈന്റ് എടുക്കാൻ വിജയ് ഉത്തരവിടുന്നു. പക്ഷെ അടുത്ത കാലത്തൊന്നും നമ്മുടെ സ്റ്റേഷനിൽ മിസ്സിംഗ് കംപ്ലൈന്റ് രജിസ്റ്റർ ആയിട്ടില്ലെന്ന് കൃഷ്ണൻ മറുപടി പറയുന്നു. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത സ്റ്റേഷനുകളിലെ മിസ്സിംഗ് കംപ്ലൈന്റുകളും 6 മാസത്തിനുള്ളിൽ നമ്മുടെ നാട് വിട്ട് പുറത്തു ജോലിക്ക് പോയിരിക്കുന്നവരുടെ ലിസ്റ്റും കൂടി എടുക്കാൻ വിജയ് അവരോട് പറയുന്നു. ഈ സമയത്താണ് ഡിവൈഎസ്പി വിജയെ കോൾ ചെയ്യുന്നത്. ഇതുവരെ അറിഞ്ഞ കാര്യങ്ങളെല്ലാം വിജയ് അദ്ദേഹത്തോട് പറയുന്നു. എന്തായാലും അന്വേഷണം കുറച്ച് ഫാസ്റ്റ് ആക്കണമെന്നും എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടായാൽ ഉടൻ തന്നെ എന്നെ വിളിച്ചറിയിക്കണമെന്നും ഡിവൈഎസ്പി വിജയോട് പറയുന്നു. പിറ്റേ ദിവസം വിജയ് സംഘവും ബോഡി കിട്ടിയ പറമ്പ് മുഴുവൻ വീണ്ടും പരിശോധിക്കുന്നെങ്കിലും പ്രത്യേകിച്ചൊന്നും അവിടെ നിന്ന് കിട്ടുന്നില്ല. തലക്കടിയേറ്റാണ് മരണം എന്നതുകൊണ്ട് അതിനുപയോഗിച്ച ആയുധമോ മറ്റോ ആ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയാനാണ് അവർ പരിശോധന നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം. അവിടെയെല്ലാം പരിശോധിച്ച ശേഷം അവര് നേരെ ആ പറമ്പിന്റെ ഉടമസ്ഥനായ റജിയെ കാണാൻ പോകുന്നു. വിജയ് വീട്ടുമുറ്റത്ത് വെച്ച് റജിയോട് സംസാരിക്കുന്നതിനിടയിൽ ബിഭീഷിനെ ആനന്ദിനെയും വീടിന്റെ പരിസരം നിരീക്ഷിക്കാൻ പറഞ്ഞു വിടുന്നു. വളരെ നാളുകളായി കാട് കയറിക്കിടക്കുന്ന പറമ്പ് ഒരാളെ വെച്ച് വെട്ടിത്തെളിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്ന് റജി പോലീസിനോട് പറയുന്നു. കഴിഞ്ഞ ആഴ്ച റജിയുടെ ഭാര്യയും മകനും അവന്റെ കുടുംബവും എല്ലാം തിരുവനന്തപുരത്ത് ഒരു കല്യാണത്തിന് പങ്കെടുക്കാൻ പോയതിനാൽ വീട്ടിൽ റജി മാത്രമാണ് ഉണ്ടായിരുന്നത്. വിജയ് റജിയോട് ആവശ്യമുള്ളതൊക്കെ ചോദിച്ചു മനസ്സിലാക്കുമ്പോഴേക്കും പരിസരം വീക്ഷിക്കാൻ പോയ ബിബീഷും ആനന്ദും തിരിച്ചെത്തുന്നു. ഒന്നും കിട്ടിയില്ലെന്ന രീതിയിൽ അവർ വിജയെ കണ്ണു കാണിക്കുന്നു. എന്തായാലും റജിയുടെ ഭാര്യയും മകനും കുടുംബവും കൃത്യദിവസം തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടോ എന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ അവരവിടെ തന്നെ ആയിരുന്നു എന്ന് അന്വേഷിക്കണമെന്നും വിജയ് കൃഷ്ണനോട് പറയുന്നു. അടുത്ത ദിവസം വിജയ് ക്വാർട്ടേഴ്സിലിരിക്കുമ്പോഴാണ് മൊബൈലിലേക്ക് ഒരു കോള് വരുന്നത്. ശേഷം വിജയ് പെട്ടെന്ന് തന്നെ വേഷം മാറി ടൗണിലേക്ക് വരുന്നു. വല്ലാത്തൊരു പകപ്പോടെ എപ്പോഴായിരുന്നു സംഭവം എന്ന് തിരക്കുമ്പോ ഇന്ന് രാവിലെ സ്റ്റാഫ് ഓഫീസ് തുറക്കാൻ വന്നപ്പോഴാണ് കണ്ടതെന്ന് സത്യം മറുപടി പറയുന്നു. CCTV ഇല്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ CCTV അല്ല സ്പ്രേ പെയിന്റ് കൊണ്ട് മാസ്ക് ചെയ്തിരിക്കുകയായിരുന്നെന്ന് സത്യം മറുപടി പറയുന്നു. ശേഷം വിജയും മറ്റു പോലീസുകാരും ആനമല ഫിനാൻസ് എന്ന സ്ഥാപനത്തിനുള്ളിലേക്ക് കയറുന്നത് കാണിക്കുന്നു. പണവും സ്വർണവും സൂക്ഷിക്കുന്ന റൂമില് ചെറിയ ലോക്കറാണ് മോഷണം പോയിരുന്നത്. 3-4 പേര് ചേർന്ന് മാത്രം എടുത്തുകൊണ്ട് പോകാൻ കഴിയുന്ന ആ ലോക്കറിനുള്ളിൽ 50 ലക്ഷം രൂപയും 125 പവന്റെ ആഭരണങ്ങളുമാണ് ഉണ്ടായിരുന്നതെന്ന് ഫിനാൻസിന്റെ മാനേജർ പോലീസിനോട് പറയുന്നു. ഇന്നലെ രാത്രി മുഖംമൂടി ധരിച്ച് 3 പേര് തന്നെ ബോധം കെടുത്തിയാണ് അകത്ത് കയറിയതെന്ന് സെക്യൂരിറ്റി മൊഴി പറയുന്നു. മാസ്ക് ചെയ്യുന്നതിന് മുമ്പുള്ള CCTV വിഷ്വൽസിൽ നിന്നും മോഷ്ടാക്കൾ ഏത് ഭാഗത്തു നിന്നാണ് വന്നതെന്ന് വിജയ്ക്ക് മനസ്സിലാകുന്നു. ആ വഴിയിലൂടെയുള്ള CCTV വിഷ്വൽസിൽ നിന്നും കൂടുതൽ തെളിവ് കിട്ടുമെന്ന് വിജയ് പറയുമ്പോൾ ആ ഭാഗത്ത് അങ്ങനെ CCTV ക്യാമറകളൊന്നും ഇല്ലെന്ന് കൃഷ്ണൻ മറുപടി പറയുന്നു. അതുകൊണ്ട് തന്നെ മിക്കവാറും ഈ മോഷണം നടത്തിയത് ഈ നാടിനെ കുറിച്ചും ഇവിടുത്തെ വഴികളെക്കുറിച്ചും ഒക്കെ നല്ല ധാരണയുള്ള ആളാവുമെന്ന് കൃഷ്ണൻ വിജയോട് പറയുന്നു. തലേദിവസം കടുത്ത മഴയായിരുന്നതുകൊണ്ടും അകത്ത് മുഴുവൻ പെപ്പർ സ്പ്രേ അടിച്ചതുകൊണ്ടും ഡോഗ് സ്ക്വാഡ് വന്നാലും പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ലെന്ന് ഫോറൻസിക് ഓഫീസർ വിജയോട് പറയുന്നു. പരിശോധനയ്ക്ക് ശേഷം വിജയ് സംഘവും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഫിനാൻസിന്റെ പുറത്ത് നിന്ന് ബഹളം വയ്ക്കുന്ന നാട്ടുകാരെയാണ് കാണുന്നത്. ഉടൻ തന്നെ എല്ലാത്തിനും പരിഹാരം കാണാമെന്ന് പറഞ്ഞ് വിജയ് അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഡിവൈഎസ്പി കോൾ ചെയ്ത് ഓഫീസിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നത്. ബാക്കി ഫോർമാലിറ്റീസ് ഒക്കെ കൃഷ്ണനെ ഏൽപ്പിച്ചിട്ട് വണ്ടിയിലേക്ക് കയറും വഴി തിരിഞ്ഞു നോക്കുമ്പോഴാണ് ആൾക്കൂട്ടത്തിൽ ഒരാൾ തന്നെ രൂക്ഷമായി നോക്കുന്നത് വിജയ് കാണുന്നത്. പക്ഷെ രണ്ടാമതൊന്നും നോക്കുമ്പോൾ അയാൾ അവിടെയെങ്ങും കാണാത്തതുകൊണ്ട് ഇനി ഒരു പക്ഷെ തന്റെ തോന്നലായിരിക്കും എന്ന് കരുതി വിജയ് അവിടെ നിന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ ആനമല ഫിനാൻസ് ഉടമ ഷാജിയെയും
ഫിനാൻസിലെ മാനേജറിനെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് വല്ല ശത്രുക്കളും ഉണ്ടോ എന്ന് വിജയ് ചോദിക്കുമ്പോൾ ഒരു ഫിനാൻസ് സ്ഥാപനം ആയതുകൊണ്ട് ശത്രുക്കൾ ഒരുപാടുണ്ടെന്ന് ഷാജി മറുപടി പറയുന്നു. പക്ഷെ അപ്പോഴാണ് ഫിനാൻസ് വീട് സ്ഥലവും പണയം വെച്ച മനോജ് എന്നൊരാൾ കഴിഞ്ഞയാഴ്ച അവിടെ ഒന്ന് ബഹളം ഉണ്ടാക്കിയ കാര്യം മാനേജർ വിജയോട് പറയുന്നത്. പലിശ കയറി വീട് സ്ഥലവും പോകുന്ന അവസ്ഥയിലാണ് മനോജ് ഫിനാൻസ് വന്ന് ബഹളം വെച്ചത്. അന്ന് പ്രശ്നം ഉണ്ടാക്കി പോയപ്പോ നിന്നെയൊക്കെ കാണിച്ചു തരാമെന്ന് വെല്ലുവിളിച്ചിട്ടാണ് പോയതെന്ന് മാനേജർ വിജയോട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർ പറഞ്ഞ മനോജിന്റെ ഡീറ്റെയിൽസ് ഉടനെ എടുക്കണമെന്ന് വിജയ് കൃഷ്ണനോട് പറയുന്നു. ഷാജിയും മാനേജറും അവിടെ നിന്ന് പോയ ശേഷം ആനമല ഫിനാൻസിന്റെ ഹിസ്റ്ററിയെക്കുറിച്ച് വിജയ് സത്യനോട് തിരക്കുന്നു. നാട്ടുകാരിൽ നിന്ന് കൊള്ളപ്പലിശ വാങ്ങിയാണ് ഫിനാൻസ് വളർന്നതെന്നും അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ കണ്ണീരും ബ്രാക്കും അതിനുമേലെ ഉണ്ടെന്നും സത്യം മറുപടി പറയുന്നു. എല്ലാം കേട്ട ശേഷം പെട്ടെന്നെന്തോ ഓർത്ത പോലെ ഇന്നലെ രാത്രി നിങ്ങൾ എവിടെയാ നൈറ്റ് പെട്രോളിങ്ങിന് പോയതെന്ന് വിജയ് ബിഭീഷണോടും ആനന്ദിനോടും തിരക്കുമ്പോൾ പൂക്കോട് ഭാഗത്തേക്കാണെന്ന് അവർ മറുപടി പറയുന്നു. പൂക്കോട് ഭാഗവും ഫിനാൻസ് ഇരിക്കുന്ന സ്ഥലവും വെവ്വേറെ ദിശകളിലായതുകൊണ്ട് അവരോട് കൂടുതലൊന്നും ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് വിജയ്ക്ക് മനസ്സിലാവുന്നു. ഒന്ന് കഴിഞ്ഞ് ഓരോന്നായി ഇങ്ങനെ ഓരോന്നും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് അല്പം നിരാശയോടെയാണ് വിജയ് കൃഷ്ണനോട് പറയുന്നത്. ഇത് കേട്ട് ബാക്കിയുള്ളവർക്കും അല്പം വിഷമം തോന്നുന്നു. നെക്സ്റ്റ് സീനിൽ വിജയ് ബാലനെയും വിദ്യയും കൂട്ടി മനോജിന്റെ വീട്ടിൽ പോകുന്നതാണ് കാണിക്കുന്നത്. കഴിഞ്ഞ 16-ാം തീയതി മനോജ് വീട്ടിൽ നിന്ന് പോയതാണെന്നും 2 ദിവസം കഴിഞ്ഞ് മൊബൈലിലൂടെ കോണ്ടാക്ട് ചെയ്തിരുന്നെന്നും മനോജിന്റെ ഭാര്യ സിന്ധു അവരോട് പറയുന്നു. എന്തിനാണ് എവിടേക്കാണ് പോയതെന്നൊന്നും മനോജ് സന്ധ്യയോട് പറഞ്ഞിരുന്നില്ല. കാര്യങ്ങളൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാമെന്നാണ് അന്ന് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് മനോജ് സന്ധ്യയെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. സന്ധ്യ അങ്ങോട്ട് വിളിച്ചു നോക്കിയെങ്കിലും മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. ആനമല ഫിനാൻസ് മോഷണ കേസിൽ ഞങ്ങൾക്ക് മനോജിന് സംശയമുണ്ടെന്നും ബാലൻ പറയുമ്പോൾ ചേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്നും വീട് സ്ഥലവും നഷ്ടപ്പെടുമെന്ന വിഷമത്തിൽ അന്ന് അവിടെ പോയി ബഹളം വെച്ചതാണെന്നും സന്ധ്യ മറുപടി പറയുന്നു. മനോജ് വന്നാ ഞങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് സന്ധ്യയുടെ നമ്പറും മനോജിന്റെ ഒരു ഫോട്ടോയും കൂടെ വാങ്ങിയിട്ടാണ് അവരവിടെ നിന്ന് ഇറങ്ങുന്നത്. എന്തായാലും മനോജിന്റെ നമ്പറിന് കോൾ ഡീറ്റെയിൽസ് കൂടി എടുക്കണമെന്ന് വിജയ് ദിവ്യയോട് പറയുന്നു. പക്ഷെ അപ്പോഴാണ് വിജയുടെ ഉള്ളിൽ മറ്റൊരു സംശയം തോന്നുന്നത്. സന്ധ്യ പറഞ്ഞത് പ്രകാരം 16-ാം തീയതിയാണ് മനോജ് നാട്ടിൽ നിന്ന് പോകുന്നത്. 24-ാം തീയതി റെജിയുടെ പറമ്പിൽ നിന്ന് അജ്ഞാത മൃതദേഹം കിട്ടുന്നു. ആ സമയം ബോഡിക്ക് ഒരാഴ്ച പഴക്കം ഉണ്ടായിരുന്നു. ഇനി ഒരുപക്ഷെ മനോജിന്റെ ആണോ ആ കിട്ടിയ ഡെഡ് ബോഡി എന്ന് വിജയ്ക്ക് സംശയം തോന്നുന്നു. എന്തായാലും സന്ധ്യയെ വിളിച്ച് ബോഡി ഐഡന്റിഫൈ ചെയ്യിക്കണമെന്ന് വിജയ് ബാലനോട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ ബിഭീഷും കൃഷ്ണനും കൂടെ വിജയോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അടുത്തുള്ള സ്റ്റേഷനുകളിലൊന്നും മിസ്സിംഗ് കംപ്ലൈന്റ് രജിസ്റ്റർ ആയിട്ടില്ലെന്നും മാത്രമല്ല ഇവിടുന്ന് ജോലിക്ക് പോയവരെയൊക്കെ ഫോണിലൂടെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെന്നും അവർ വിജയോട് പറയുന്നു. ആ പ്രദേശത്ത് അടുത്തുള്ള മക്കിമലയിൽ മാത്രമാണ് ഹോം സ്റ്റേ ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ വന്നിട്ടുള്ള ഗസ്റ്റുകളുടെ ഡീറ്റെയിൽസ് കൂടി എടുക്കാൻ വിജയ് അവരോട് പറയുന്നു. അവർ പുറത്തേക്ക് ഇറങ്ങിയ പിറകെയാണ് ഒരു കാര്യം പറയാനായി സത്യൻ അവിടേക്ക് വരുന്നത്. 2 മാസത്തിന് മുന്നേ ആനമല ഫിനാൻസ് വീട് പണയം വെച്ച് കടക്കണിയിലായ മധു എന്നൊരാൾ സൂയിസൈഡ് ചെയ്തിരുന്നു. മധു മരിച്ചതിന്റെ 3-ാം ദിവസം മുതൽ മൂത്ത മകൻ സനീഷ് മിസ്സിംഗ് ആണ്. പക്ഷെ ഇതുവരെയും അവരുടെ വീട്ടിൽ ആരും മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. മധുവിന്റെ ഇളയ മകൻ കിരൺ ആകട്ടെ എപ്പോഴും അടിപിടി ഉണ്ടാക്കി നാട്ടിൽ തന്നെ ഉണ്ടെന്നും സത്യം വിജയോട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് മധുവിന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിജയ് സത്യനോട് പറയുന്നു. മധുവിന്റെ വീട്ടിൽ പുള്ളിയുടെ ഭാര്യ മാത്രമാണ് ഉണ്ടായിരുന്നത്. സനീഷും അച്ഛനും തമ്മിൽ വല്ലാത്തൊരു ആത്മബന്ധമായിരുന്നെന്നും അതുകൊണ്ടാണ് അച്ഛൻ മരിച്ച പുറകെ അവൻ വീട് വിട്ടു പോയതെന്നും ആ അമ്മ വിജയോട് പറയുന്നു. ഫോണ് പോലും എടുക്കാതെയാണ് സനീഷ് ഇവിടെ നിന്ന് പോയതെന്നും പിന്നീട് ഒരിക്കലും അവനെക്കുറിച്ച് യാതൊരു വിവരമില്ലെന്നും സനീഷിന്റെ അമ്മ വിജയോട് പറയുന്നു. 2 മാസമായിട്ടും നിങ്ങൾ എന്താ ഇതുവരെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാഞ്ഞെന്ന് വിജയ് ചോദിക്കുമ്പോൾ അവൻ തിരിച്ചു വരുമെന്ന് കരുതിയിട്ടാണെന്ന് സനീഷിന്റെ അമ്മ മറുപടി പറയുന്നു. പക്ഷെ സനീഷിന്റെ അമ്മ എന്തൊക്കെ മറയ്ക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നു. എന്തായാലും കിരൺ വരുമ്പോൾ അവനോട് സ്റ്റേഷനിലേക്ക് വരാൻ പറയണമെന്നും വിജയ് അവരോട് പറയുന്നു. അവിടെ നിന്ന് ഇറങ്ങാൻ നേരമാണ് ടേബിളിലിരിക്കുന്ന സനീഷിന്റെ ഫോട്ടോ വിജയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അന്ന് ഫിനാൻസിൽ മോഷണം നടന്ന ദിവസം ആൾക്കൂട്ടത്തിനിടയിൽ സംശയാസ്പദമായി കണ്ടത് സനീഷിനെയാണെന്ന് വിജയ്ക്ക് മനസ്സിലാവുന്നു. അക്കാര്യം അവൻ കൂടെയുള്ള സത്യനോടും രമ്യയോടും പറയുന്നു. എന്തായാലും ഈ വീട് നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കണമെന്നും സനീഷ് ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പായ സ്ഥിതിക്ക് അവന്റെ സകല ഡീറ്റെയിൽസും ഉടനെ കണ്ടെത്തണമെന്നും വിജയ് അവരോട് പറയുന്നു. ശേഷം വിജയ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ മനോജിന്റെ കോൾ ഡീറ്റെയിൽസിന്റെ വിവരങ്ങൾ ബാലൻ അവനോട് പറഞ്ഞു കൊടുക്കുന്നു. മനോജിന്റെ ലാസ്റ്റ് ടവർ ലൊക്കേഷൻ കോഴിക്കോടിനടുത്ത് പേരാമ്പ്രയാണെന്നും അവസാനം വിളിച്ചിരിക്കുന്നത് 18-ാം തീയതി അവന്റെ ഭാര്യയാണെന്നും ബാലൻ വിജയോട് പറയുന്നു. മാത്രമല്ല മനോജിന്റെ ഭാര്യ വന്ന ഡെഡ് ബോഡി മനോജിന്റെ അല്ലെന്ന് കൺഫേം ചെയ്തിട്ടുണ്ടെന്നും ബാലൻ വിജയോട് പറയുന്നു. ഈ സമയത്താണ് വിദ്യ അവിടേക്ക് വന്ന് ഫിനാൻസ് ഉടമ ഷാജി സ്റ്റേഷനിൽ വന്ന് ബഹളം വെച്ച കാര്യം പറയുന്നത്. ഇനിയിപ്പോ അയാൾ വന്നാ നേരെ എന്റെ അടുത്തേക്ക് വിട്ടാ മതിയെന്ന് വിജയ് ദിവ്യയോട് പറയുന്നു. ശേഷം എന്തോ ഓർത്തതുപോലെ ഞാൻ പറയുന്ന കുറച്ച് സാധനങ്ങൾ സംഘടിപ്പിച്ചു തരുമോ എന്ന് വിജയ് ദിവ്യയോട് ചോദിക്കുമ്പോൾ ദിവ്യ അതിന് സമ്മതിക്കുന്നു. അടുത്ത ദിവസം ആനമല ഫിനാൻസിന് മുമ്പ് ബഹളം വയ്ക്കുന്ന നാട്ടുകാരെ ശാന്തരാക്കാൻ വിജയും മറ്റു പോലീസുകാർ ശ്രമിക്കുമ്പോഴാണ് സത്യൻ അവിടേക്ക് വന്ന് ഡാമിന് താഴെ ഒരു ബോഡി അടിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത്.
ഇത്ര പെട്ടെന്ന് പുതിയൊരു കേസുകൾ വന്നതിൽ വിജയ് ശരിക്കും ഒന്ന് ഷോക്കാവുന്നു. കൊന്ന ശേഷം കഴുത്തിൽ കയറ് കെട്ടി താഴ്ത്തി അഴുകിയ നിലയിലായിരുന്നു ആ ഡെഡ് ബോഡി ഉണ്ടായിരുന്നത്. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കാൻ വിജയ് കൃഷ്ണനോട് പറയുമ്പോഴേക്കും ഡിവൈഎസ്പി അവനെ കോൾ ചെയ്യുന്നു. യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്ന സ്ഥലത്ത് നിങ്ങൾ ചാർജ് എടുത്തപ്പോൾ മുതൽ ചാകരയാണല്ലോ എന്ന് ഡിവൈഎസ്പി ചോദിക്കുമ്പോൾ വിജയ് അതിന് മറുപടിയൊന്നും പറയുന്നില്ല. എന്തായാലും ഫോർമാലിറ്റീസ് ഒക്കെ തീർത്തിട്ട് വേഗം ഓഫീസിലേക്ക് വരാൻ പറഞ്ഞ് പുള്ളി കോള് കട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ കൊലക്കേസ് കൂടി ആയതോടെ എല്ലാം പോലീസിന്റെ അനാസ്ഥയാണെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ വിജയെ കുറ്റപ്പെടുത്തുന്നു. അന്ന് രാത്രി ഷാജി TV ന്യൂസിൽ ഇക്കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്താര വന്നതുപോലെ ജനലിലൂടെ നിഴല് കാണുന്നത്. ഷാജി ഉടനെ ചെന്ന് ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. നെക്സ്റ്റ് സീനിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറിനോട് വിജയ് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. 30-നും 35-നും ഇടയിൽ പ്രായമുള്ള പുരുഷന്റെ ഡെഡ് ബോഡിയാണ് രണ്ടാമതായി ലഭിച്ചിരുന്നത്. ആദ്യത്തെ മർഡറിന് സമാനമായി രണ്ടാമത്തെ ആളും തലയ്ക്ക് പിന്നിൽ അടിയേറ്റാണ് മരിച്ചിരിക്കുന്നതെന്നും മാത്രമല്ല ആദ്യത്തെ ആളുടെ പോലെ ഇയാളുടെ ബോഡിയിലും ബലപ്രയോഗത്തിന് മുറിവുകളുണ്ടെന്നും ഡോക്ടർ വിജയോട് പറയുന്നു. മിക്കവാറും 2 കൊലപാതകങ്ങൾ ചെയ്തത് ഒരാൾ തന്നെയാകാനുള്ള സാധ്യതയും കൂടുതലാണെന്ന് ഡോക്ടർ വിജയെ അറിയിക്കുന്നു. ശേഷം പോകുന്ന വഴി രമ്യയോടും ബാലനോടും സംസാരിക്കുന്ന വിജയാണ് കാണിക്കുന്നത്. മനോജിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയതുകൊണ്ടും സനീഷിനെ ഇതുവരെ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ടും ആകെ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. എന്തായാലും അടുത്തുള്ള മോഷണ മുതൽ എടുക്കുന്ന ആളുകളോടും ജുവലറിയിലും തട്ടമ്മയുടെ അടുത്തുമൊക്കെ സംശയാസ്പദമായ ആരെങ്കിലും സ്വർണം വിൽക്കാൻ വന്ന ഇൻഫോം ചെയ്യാൻ പറയണമെന്ന് വിജയ് ബാലിനെ പറഞ്ഞേൽപ്പിക്കുന്നു. പിന്നീട് വിജയ് ഡിവൈഎസ്പിയെ ചെന്ന് കണ്ട് കേസിന്റെ വിവരങ്ങളെല്ലാം അറിയിക്കുന്നു. 2 കൊലപാതകങ്ങൾ നടത്തിയത് ഒരാൾ തന്നെ ആകാനുള്ള സാധ്യത കൂടുതലാണെന്നും ഫിനാൻസിന്റെ കേസിൽ പ്രതികളെന്ന് സംശയിക്കുന്ന സനീഷും മനോജും ഇപ്പോഴും ഒളിവിലാണെന്നും വിജയ് ഡിവൈഎസ്പിയോട് പറയുന്നു. പക്ഷെ ഇതുവരെ കൊല്ലപ്പെട്ട 2 പേരെ ഐഡന്റിഫൈ ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ ഈ കേസിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞ് എനിക്ക് മുകളിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ടെന്നും അതുകൊണ്ട് എത്രയും വേഗം പ്രതികളെ കണ്ടെത്തണമെന്നും ഡിവൈഎസ്പി വിജയ്ക്ക് വാണിംഗ് നൽകുന്നു. അങ്ങനെ ആകെ നിരാശനായാണ് വിജയ് സ്റ്റേഷനിലേക്ക് വരുന്നത്. ഇന്നു മുതൽ നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാൻ ഒരു തെളിവ് കണ്ടെത്തണമെന്നും വിജയ് തന്റെ സബോർഡിനേറ്റ്സിനോട് പറയുന്നു. വിജയ് പറഞ്ഞ പോലെ പിന്നീടുള്ള ദിവസങ്ങളിൽ അവരെല്ലാവരും ഉറക്കം പോലും മാറ്റിവെച്ച് കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നു. അതിനിടയിൽ സനീഷിന്റെ അനിയൻ കിരൺ വിജയ് വിളിപ്പിച്ചതനുസരിച്ച് സ്റ്റേഷനിൽ വരുന്നെങ്കിലും കാര്യമായ വിവരങ്ങളൊന്നും അവനിൽ നിന്ന് കിട്ടുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി കൃഷ്ണന്റെ ബാലിന്റെ സത്യന്റെയും കൂടെ നൈറ്റ് പട്രോളിംഗിന് നിൽക്കുന്ന സമയത്താണ് വിജയുടെ ഫോണിലേക്ക് രമ്യയുടെ കോള് വരുന്നത്. മക്കിമലയുടെ ഭാഗത്തേക്ക് ഒരാൾ ഒരു ബോർഡ് ചുമന്നുകൊണ്ട് പോകുന്നതായി റിസോർട്ടിൽ നിന്ന് കോള് വന്നിട്ടുണ്ടെന്ന് രമ്യ പറയുമ്പോൾ വിജയ് ഒന്ന് ഷോക്കാവുന്നു. ശേഷം ഒട്ടും വൈകിക്കാതെ കൂടെയുള്ളവരോടും കാര്യം പറഞ്ഞ് അവരുടൻ തന്നെ മക്കിമലയിലേക്ക് പോകുന്നു. ഈ സമയം മുഖംമൂടി ധരിച്ച കില്ലർ ഒരു ഡെഡ് ബോഡി വലിച്ചുകൊണ്ട് കാട്ടിലൂടെ പോകുന്നത് കാണിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ വിജയും മറ്റു 3 പേരും കൂടെ മക്കിമലയിലെത്തി പല ഭാഗങ്ങളിലായി അന്വേഷിക്കുന്നു. അല്പം മുന്നോട്ട് നടക്കുമ്പോൾ ഒരു കുഴിക്കുള്ളിലായി കിടക്കുന്ന ഒരാളെ വിജയ് കാണുന്നു. അല്പം പേടിയോടെ ആ കുഴിയിലേക്ക് ഇറങ്ങി അയാളുടെ പൾസ് ചെക്ക് ചെയ്ത് മരണം ഉറപ്പാക്കുമ്പോഴാണ് അയാളുടെ പോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് വീണെടുക്കുന്ന സ്വർണ്ണമാല കാണുന്നത്. വിജയ് ആ മാല കയ്യിലെടുത്ത് നിവർത്തി നോക്കുമ്പോഴേക്കും കില്ലർ അവനെ പിന്നിൽ നിന്ന് തലക്കടിച്ചു വീഴ്ത്തുന്നു. വിജയുടെ നിലവിളി കേട്ട് അവിടെ കൂടി വന്ന ബാലനെ അടിച്ചിട്ട് കൊലയാളി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അപ്പോഴേക്കും അവിടെ കൂടിയെത്തുന്ന സത്യനും കൃഷ്ണനും കൂടിയാണ് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. ഏറെ നേരത്തിന് ശേഷമാണ് വിജയ് മയക്കം വിട്ട് എഴുന്നേൽക്കുന്നത്. എഴുന്നേറ്റ ഉടനെ എന്താണ് സംഭവിച്ചതെന്ന് വിജയ് തന്റെ കൂടെയുള്ളവരോട് ചോദിക്കുന്നു. ഇത്തവണ കൊല്ലപ്പെട്ടയാളുടെ പേര് മണികണ്ഠൻ എന്നാണെന്നും ഇവിടുത്തെ ഒരു ലോക്കൽ കോൺട്രാക്ടറിന്റെ അടുത്ത് പണിക്ക് നിൽക്കുന്ന തമിഴനാണെന്നും കൃഷ്ണൻ വിജയോട് പറയുന്നു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണമാല കിട്ടിയോന്ന് വിജയ് ചോദിക്കുമ്പോൾ കിട്ടിയെന്ന് കൃഷ്ണൻ മറുപടി പറയുന്നു. എന്തായാലും പോലീസുകാരെ ഉപദ്രവിച്ചവൻ ഇനി അങ്ങനെ രക്ഷപ്പെടണ്ടെന്നും എങ്ങനെയായാലും അവനെ പിടികൂടണമെന്ന് സത്യം പറയുമ്പോൾ ബാക്കിയുള്ളവരും അത് മനസ്സിലുറപ്പിക്കുന്നു. ശേഷം തന്റെ വയ്യാഴ്ക പോലും വകവയ്ക്കാതെ വിജയ് നേരെ മണികണ്ഠൻ ജോലിക്ക് ഇന്ന് കോൺട്രാക്ടറിന്റെ അടുത്തേക്ക് പോകുന്നു. അവിടെ ആ കോൺട്രാക്ടറും വീടിന്റെ ഓണറും തമ്മിൽ ചെറിയൊരു തർക്കം നടക്കുന്നത് കണ്ട് വിജയ് അയാളോട് കാര്യം തിരക്കുന്നു. വീട് പണി പറഞ്ഞ സമയത്തിന് പൂർത്തിയാക്കാത്തതിനാണ് ഓണറും കോൺട്രാക്ടറും തമ്മിൽ തർക്കം നടന്നത്. കോൺട്രാക്ടർ 4 തമിഴന്മാരെ സ്ഥിരമായി സറ്റ് പണിക്ക് നിർത്തിയതായിരുന്നു. പക്ഷെ കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേ അതിലൊരാൾ ഇവിടെ നിന്ന് പോയെന്നും 2 ദിവസം കഴിഞ്ഞപ്പോ ബാക്കിയുള്ളവർ നാട്ടിൽ ഉത്സവമാണെന്ന് പറഞ്ഞു പോയതാണെന്നും കോൺട്രാക്ടർ വിജയോട് പറയുന്നു. പോയവരാരും തിരിച്ചു വരാത്തതുകൊണ്ടാണ് പണി മുടങ്ങുന്നത്. കുറച്ചു പണം അഡ്വാൻസായി കൊടുത്തിരുന്നതുകൊണ്ട് അവന്മാർ അതുകൊണ്ട് മുങ്ങിയതായിരിക്കുമെന്നും കോൺട്രാക്ടർ അവരോട് പറയുന്നു. മണികണ്ഠൻ എന്നൊരാൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് വിജയ് ചോദിക്കുമ്പോൾ മണികണ്ഠൻ, അൻപ്, അരുൾ കുമാർ എന്നിവരായിരുന്നു ആ 4 പേരെന്ന് കോൺട്രാക്ടർ മറുപടി പറയുന്നു. ഇത് കേട്ടതും വിജയ് ചെറിയൊരു ഞെട്ടലോടെ തന്റെ കൂടെയുള്ള പോലീസുകാരെ ഒന്ന് നോക്കുന്നു. ശേഷം മണികണ്ഠൻ കൊല്ലപ്പെട്ട വിവരം വിജയ് കോൺട്രാക്ടറോട് പറയുന്നു. ഈ സമയത്താണ് ഫോറൻസിക് സർജൻ വിജയെ കോൾ ചെയ്യുന്നത്. 3-ാമത്തെ ആളും തലക്കടിയേറ്റാണ് കൊല്ലപ്പെട്ടിരിക്കുന്നതെന്നും മരണസമയം വെച്ച് നോക്കുകയാണെങ്കിൽ ബോഡി കണ്ടെത്തിയ സ്ഥലത്തിനടുത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടിരിക്കാനാണ് സാധ്യതയെന്നും ഡോക്ടർ വിജയോട് പറയുന്നു. 3-ാമത്തെ ആളുടെ ബോഡി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെന്നും ബാക്കിയൊക്കെ നേരിട്ട് പറയാമെന്നും പറഞ്ഞ് വിജയ് കോൾ കട്ട് ചെയ്യുന്നു.
ശേഷം കോൺട്രാക്ടറിനോട് ചോദിച്ചു മനസ്സിലാക്കി മണികണ്ഠനും മറ്റു 3 പേരും വാടകയ്ക്ക് താമസിച്ച വീട്ടിലേക്ക് പോലീസ് ചെല്ലുന്നു. അല്പസമയത്ത് തിരച്ചിലിനൊടുവിൽ ആ വീട്ടിൽ നിന്നും ആനമല ഫിനാൻസിന്റെ ഒരു കാർഡ് സത്യം കണ്ടെത്തി വിജയെ ഏൽപ്പിക്കുന്നു. ശേഷം ആ കാർഡും മണികണ്ഠന്റെ ബോഡിയിൽ നിന്ന് കിട്ടിയ മാലയുമായി വിജയ് ഫിനാൻസിലേക്ക് പോകുന്നു. ആ കാർഡ് ഫിനാൻസ് പണയപ്പണ്ട് ഇട്ടുവെക്കുന്ന കവറിൽ സ്വർണത്തിന്റെ തൂക്കവും മറ്റു ഡീറ്റെയിൽസും രേഖപ്പെടുത്തുന്ന കാർഡാണെന്ന് മാനേജർ വിജയോട് പറയുന്നു. മണികണ്ഠന്റെ ബോഡിയിൽ നിന്ന് കിട്ടിയ മാല ഫിനാൻസിൽ നിന്ന് തന്നെ മോഷണം പോയതാണെന്നും സ്റ്റാഫ് വിജയോട് പറയുന്നു. ശേഷം വിജയ് ഇക്കാര്യങ്ങളൊക്കെ സ്റ്റേഷനിൽ വന്ന് മറ്റുള്ളവരോടും പറയുന്നു. അപ്പോഴാണ് വിജയ് ജോയിൻ ചെയ്യുന്നതിന് 2 ദിവസം മുന്നേ മണികണ്ഠനും കൂട്ടുകാരും സ്റ്റേഷനിൽ വന്ന കാര്യം കൃഷ്ണൻ ഓർത്തെടുക്കുന്നത്. അൻപും മണികണ്ഠനും കുമാറും തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതായും ഇവിടം വിട്ടുപോകാൻ നിർബന്ധിക്കുന്നതായും അരുൾ വന്ന് കംപ്ലൈന്റ് ചെയ്തപ്പോൾ അത് അന്വേഷിക്കാനായി മറ്റു 3 പേരെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു. അന്നൊരുവിധം അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞു വിട്ടതാണെന്നും കൃഷ്ണൻ വിജയോട് പറയുന്നു. ഈ സമയത്താണ് സത്യനും ആനന്ദും കൂടി അവിടേക്ക് വരുന്നത്. നമുക്ക് കിട്ടിയ ബോഡികളിൽ ആദ്യത്തേത് അരുളും രണ്ടാമത്തേത് അൻപുവാണെന്ന് കൺഫേം ചെയ്തിട്ടുണ്ടെന്ന് സത്യം വിജയോട് പറയുന്നു. ശേഷം അവരുടെ ഓരോരുത്തരുടെയും ഫോട്ടോയും മറ്റു ഡീറ്റെയിൽസും ആനന്ദ് വിജയെ ഏൽപ്പിക്കുന്നു. കുമാർ മിസ്സിംഗ് ആയ സ്ഥിതിക്ക് 4 പേരും ചേർന്ന് ഒരുമിച്ച് മോഷ്ടിച്ചിട്ട് മോഷണം മുതൽ ഒറ്റയ്ക്ക് കിട്ടാനായി കുമാർ ബാക്കി എല്ലാവരെയും കൊന്നതായിരിക്കുമെന്ന് കൃഷ്ണൻ വിജയോട് പറയുന്നു. പക്ഷെ അതിന് അരുൾ മരിച്ചത് മോഷണം നടക്കുന്നതിന് മുമ്പല്ലേ എന്ന് വിജയ് തിരിച്ചു ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ തങ്ങളുടെ പ്ലാനിന് കൂട്ടു നിൽക്കാത്ത അരുളിനെ അവരാദ്യമേ കൊന്നതായിക്കൂടെയെന്ന് വിദ്യ സംശയം ചോദിക്കുന്നു. പിന്നീട് മറ്റു 3 പേരും കൂടെ മോഷണം നടത്തുകയും അവസാനം എല്ലാം ഒറ്റയ്ക്ക് കൈക്കലാക്കാൻ കുമാർ മറ്റു 2 പേരെയും കൂടെ കൊന്നതാവില്ലേ എന്ന് ആനന്ദ് ചോദിക്കുന്നു. എന്തായാലും കുമാറിന്റെ മറ്റു 3 പേരുടെയും നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യണമെന്നും കുമാറിന്റെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തു വിടണമെന്നും വിജയ് ഓർഡർ ഇടുന്നു. നെക്സ്റ്റ് സീനിൽ ഫിനാൻസ് ഉടമ ഷാജി അയാളുടെ കാമുകിയുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് കാണിക്കുന്നത്. അല്പം ദൂരെ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അതിന്റെ 4 ടയറും 6 പഞ്ചറാക്കിയിട്ടിരിക്കുന്നത് കാണുന്നത്. അത് ചെയ്തവനെ ചീത്ത പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് ആരെ വിളിക്കാൻ ഒരുങ്ങിയതും മുഖംമൂടി ധരിച്ചൊരാൾ ഷാജിയെ ആക്രമിക്കുന്നു. കത്തികൊണ്ട് മുറിവേറ്റിട്ടും ആക്രമിയെ തള്ളി മാറ്റി ഒരിടത്ത് ഒളിച്ചിരുന്നുകൊണ്ട് ഷാജി ഒരുവിധം പോലീസിനെ കോൾ ചെയ്യുന്നു. പോലീസിനോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് കോൾ കട്ട് ചെയ്യുമ്പോഴേക്കും കൊലയാളി ഷാജിയെ കണ്ടുപിടിക്കുന്നു. പക്ഷെ ഇത്തവണ കൊലയാളിയെ എങ്ങനെയോ തള്ളി മാറ്റി ഷാജി തന്റെ കാറിനുള്ളിൽ തന്നെ കയറി ഡോർ ക്ലോസ് ചെയ്യുന്നു. ശേഷം ആവശ്യതകൾക്കിടയിലും എങ്ങനെയൊക്കെയോ നീട്ടി ഹോൺ അടിക്കുന്നു. ഹോൺ അടിക്കുന്ന ശബ്ദം കേട്ട് ചുറ്റുമുള്ള വീട്ടിലെ ആളുകളൊക്കെ വരുമ്പോഴേക്കും കൊലയാളി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. അപ്പോഴേക്കും പോലീസ് അവിടേക്ക് വരുന്നു. ഷാജിയെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറഞ്ഞ ശേഷം വിജയ് ഉൾപ്പെടെയുള്ള പോലീസും കുറച്ച് നാട്ടുകാരും കൂടെ കൊലയാളി രക്ഷപ്പെട്ട വഴിയെ പോകുന്നു. അല്പദൂരം മുന്നോട്ട് പോയതും കൊലയാളി കൃത്യം പോലീസ് വണ്ടിക്ക് മുന്നിലേക്ക് വന്ന് ചാടുന്നു. കൊലയാളിയുടെ മുഖംമൂടി മാറ്റുമ്പോഴാണ് അത് സനീഷ് ആയിരുന്നുവെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. ശേഷം സനീഷിനെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. സനീഷിന്റെ ബിസിനസ് ആവശ്യത്തിനു വേണ്ടിയാണ് മധു ആനമല ഫിനാൻസിൽ വീട് പണയം വയ്ക്കുന്നത്. അവസാനം കൊള്ളപ്പലിശ കാരണം വീട് നഷ്ടമായ വിഷമത്തിനാണ് മധു സൂയിസൈഡ് ചെയ്തത്. അതിന് പ്രതികാരമായിട്ടാണ് ഷാജിയെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് സനീഷ് മൊഴി നൽകുന്നു. അപ്പൊ ഷാജിയോടുള്ള പ്രതികാരത്തെ നീയാണ് തമിഴന്മാരെ കൂട്ടി ഫിനാൻസ് മോഷ്ടിക്കുകയും ഒടുവിൽ അവരെയെല്ലാം കൊല്ലുകയും ചെയ്തതെന്ന് വിജയ് ചോദിക്കുമ്പോൾ ഞാൻ അവരെയൊന്നും കണ്ടിട്ട് പോലുമില്ലെന്ന് സനീഷ് മറുപടി പറയുന്നു. ഫിനാൻസ് മോഷണം നടന്ന് ഷാജിയുടെ പതനം നേരിട്ട് കാണാൻ വേണ്ടി മാത്രമാണ് സനീഷ് അന്ന് രാവിലെ ഫിനാൻസിൽ പോയത്. അപ്പൊ പിന്നെ ഇത്രയും നാളും നീ എവിടെയായിരുന്നെന്ന് വിജയ് ചോദിക്കുമ്പോൾ ഞാനൊരു കൂട്ടുകാരന്റെ വീട്ടിലായിരുന്നെന്ന് സനീഷ് മറുപടി പറയുന്നു. എന്തായാലും ഷാജിയുടെ കയ്യിൽ നിന്ന് ഒരു കംപ്ലൈന്റ് എഴുതി വാങ്ങാൻ വിജയ് ബിബീഷിനോട് പറയുന്നു. മാത്രമല്ല സനീഷ് പറഞ്ഞ കൂട്ടുകാരന്റെ വീട്ടിൽ ചെന്ന് അവൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് തിരക്കണമെന്നും വിജയ് അവരെ പറഞ്ഞ് ഏൽപ്പിക്കുന്നു. നെക്സ്റ്റ് സീനിൽ വിജയ് ഡാമിലെ CCTV വിഷ്വൽസ് പരിശോധിക്കുന്നതാണ് കാണിക്കുന്നത്. പക്ഷെ സംശയാസ്പദമായ ഒന്നും തന്നെ അവർക്ക് അവിടെ നിന്നും കിട്ടുന്നില്ല. നിരാശയോടെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും കൃഷ്ണനും സത്യനും കൂടെ അവിടേക്ക് വരുന്നു. അരുളും അൻപും മണികണ്ഠനും കുമാറും എല്ലാം തോകുമല എന്ന ഒരേ നാട്ടുകാരാണെന്നും സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തപ്പോൾ ലീവ് കഴിഞ്ഞ് വരുമ്പോൾ കോണ്ടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും കൃഷ്ണൻ വിജയോട് പറയുന്നു. സനീഷിന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ അന്വേഷിച്ചപ്പോൾ ഫിനാൻസ് മോഷണം നടന്ന രാത്രിയിൽ അവൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നെന്ന് മൊഴി നൽകിയിട്ടുണ്ടെന്നും ബിബീഷ് വിജയോട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ ഷാജിയെ ഫിനാൻസ് മാനേജറിനെയും വിജയ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഒരു സംശയം തീർക്കാൻ വിളിപ്പിച്ചതാണെന്ന് പറഞ്ഞിട്ട് വിജയ് അവരെ അകത്തെ ഒരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്തൊക്കെയാണ് ഫിനാൻസിൽ നിന്ന് മോഷണം പോയതെന്ന് വിജയ് അവരോട് ചോദിക്കുമ്പോൾ 125 പവനും 50 ലക്ഷം രൂപയുമാണെന്ന് ചെറിയൊരു പതർച്ചയോടെയാണ് അവർ മറുപടി പറയുന്നത്. ശേഷം വിജയ് അവരെ മോഷണം പോയ ലോക്കറിന്റെയും 50 ലക്ഷം രൂപയുടെ നോട്ടുകളുടെയും 125 പവൻ സ്വർണത്തിന്റെയും ഡെമോ കാണിച്ചു കൊടുക്കുന്നു. ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഇത്രയും പണവും സ്വർണവും ഈ ലോക്കറിൽ വെക്കാൻ പറ്റുന്നില്ലെന്നും നിങ്ങൾക്കാവുമ്പോൾ അങ്ങനെ വെച്ച് ശീലമുള്ളതുകൊണ്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കാണിക്കാനും വിജയ് അവരോട് പറയുന്നു. ഇത് കേട്ടതും ഷാജിയും മാനേജറും പേടിച്ച് പരസ്പരം ഒന്ന് നോക്കുന്നു. വിജയ് ഒന്നുകൂടി വരട്ടുമ്പോൾ അവര് പേടിച്ച് താനെ സത്യം തുറന്നു പറയുന്നു. സത്യത്തിൽ 80 പവനും 10 ലക്ഷം രൂപയാണ് മോഷണം പോയ ലോക്കറിൽ ഉണ്ടായിരുന്നത്. ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയാണ് കൂട്ടി പറഞ്ഞതെന്ന് ഷാജി വിജയോട് സത്യം പറയുന്നു. ഇവരുടെ മൊഴിമാറ്റം റെക്കോർഡ് ചെയ്യണമെന്നും കൂട്ടത്തിൽ തെറ്റായ ഇൻഫർമേഷൻ തന്നതിന് കേസ് ചാർജ് ചെയ്യണമെന്നും വിജയ് കൃഷ്ണനെ പറഞ്ഞ് ഏൽപ്പിക്കുന്നു. ഈ സമയത്താണ് തോകുമല സ്റ്റേഷനിലെ SI വിജയെ കോൾ ചെയ്യുന്നത്.
സാറ് പറഞ്ഞ അരുളും അൻപും മണികണ്ഠനും കുമാറും ഇവിടെ ഒരു ബാങ്ക് റോബറിക്ക് ശേഷം നാട് വിട്ടവരാണെന്നും പിന്നീട് അവരെക്കുറിച്ച് തെളിവൊന്നും കിട്ടിയിട്ടില്ലെന്നും തോകുമല എസ് വിജയോട് പറയുന്നു. മാത്രമല്ല മയക്കുമരുന്ന് സപ്ലൈ ആയിരുന്നു അവരുടെ പ്രധാന ജോലിയെന്നും അദ്ദേഹം വിജയോട് പറയുന്നു. അത് കേട്ടതും അവർ 4 പേരും ചേർന്ന് ഫിനാൻസ് കൊള്ളയടിച്ചതും കുമാർ ഒഴികെ ബാക്കി 3 പേരും കൊല്ലപ്പെട്ടതും വിജയ് എസ് ഐയോട് പറയുന്നു. മറ്റു 3 പേരെയും കൊന്നിട്ട് കുമാർ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഉടൻ ഞങ്ങളെ വിവരം അറിയിക്കണമെന്നും വിജയ് തോകമല എസ് ഐയോട് പറയുന്നു. ശേഷം അദ്ദേഹത്തിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങളൊക്കെ വിജയ് തന്റെ കൂടെയുള്ള മറ്റുള്ളവരെ അറിയിക്കുന്നു. സ്റ്റേഷനിൽ നിന്ന് വന്നിട്ട് യൂണിഫോം പോലും മാറാതെ അല്പസമയം വിശ്രമിക്കുമ്പോഴാണ് സത്യം വിജയുടെ ക്വാർട്ടേഴ്സിലേക്ക് വരുന്നത്. മനോജ് അവന്റെ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് സത്യം പറയുമ്പോൾ വിജയ് ഉടൻ തന്നെ അവരുടെ കൂടെ മനോജിന്റെ വീട്ടിലേക്ക് പോകുന്നു. പോലീസിനെ കണ്ടതും മനോജ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നെങ്കിലും അവരവനെ കൃത്യമായി പിടികൂടുന്നു. ശേഷം മനോജിനെ അവർ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ആനമല ഫിനാൻസ് ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയതിനു ശേഷം ഷാജിക്കെതിരെ പരാതി കൊടുക്കാൻ മനോജ് സ്റ്റേഷനിൽ വന്നിരുന്നു. പക്ഷെ കള്ളു കുടിച്ചു വന്നതിന്റെ പേരിൽ അവിടെയുള്ളവരാരും അവൻ പറയുന്ന പോലും കേൾക്കാതെ അവനെ അവിടെ നിന്ന് പുറത്താക്കുന്നു. അതിന്റെ ദേഷ്യത്തിൽ പുറത്തെഴുന്ന പോലീസ് വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് പൊട്ടിച്ചിട്ടാണ് മനോജ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അതിന്റെ പേരിലാണോ നീ നാട് വിട്ടതെന്ന് വിജയ് ചോദിക്കുമ്പോൾ അതിന് ഞാൻ നാട് വിട്ടൊന്നും അല്ലെന്ന് മനോജ് മറുപടി പറയുന്നു. പേരാമ്പ്രയിലുള്ള കുടുംബസ്വത്ത് ഭാഗം വെച്ച് ഫിനാൻസിലെ കടം തീർക്കാനാണ് മനോജ് അവിടേക്ക് പോയത്. അതിന്റെ കൂട്ടത്തെ ഹെഡ്ലൈറ്റ് പൊട്ടിച്ചതിന്റെ പേടുകൂടി ആയപ്പോൾ തൽക്കാലം ഒന്ന് മാറി എന്നാണെന്നും അല്ലാതെ നിങ്ങൾ പറയുന്ന മോഷണവും കൊലപാതകങ്ങളുമായി എനിക്ക് യാതൊരു ബന്ധവും ഇല്ലെന്നും മനോജ് അവരോട് പറയുന്നു. പക്ഷെ മനോജ് പറഞ്ഞൊന്നും പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയാത്തതുകൊണ്ട് തൽക്കാലം അവനെ കസ്റ്റഡിയിൽ തന്നെ സൂക്ഷിക്കാൻ വിജയ് തീരുമാനിക്കുന്നു. മാത്രമല്ല മനോജ് പറഞ്ഞതൊക്കെ സത്യമാണോ എന്നറിയാൻ പേരാമ്പ്രയെ വിളിച്ച് അന്വേഷിക്കണമെന്നും വിജയ് കൂടെയുള്ളവരോട് പറയുന്നു. ഈ സമയത്താണ് ഡിവൈഎസ്പി വിജയെ വിളിച്ച് ഓഫീസിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നത്. മോഷണം നടത്തിയ ശേഷം മറ്റു 3 പേരെ കൊന്നത് കുമാറാണെന്ന് കേസ് ക്ലോസ് ചെയ്യാൻ ഡിവൈഎസ്പി വിജയോട് പറയുന്നു. പക്ഷെ കുമാറിന്റെ കൂടെ സഹായത്തിന് മറ്റാരോ കൂടിയുണ്ടെന്ന തന്റെ സംശയം വിജയ് അദ്ദേഹത്തോട് പറയുന്നു. മാത്രമല്ല മണികണ്ഠന്റെ ബോഡിയിൽ നിന്ന് കിട്ടിയ മോഷണം പോയതിലെ ഒരു മാലയും തമിഴന്മാരുടെ വീട്ടിൽ നിന്ന് കിട്ടിയ ഫിനാൻസിലെ ഒരു കാർഡ് മാത്രം വെച്ച് അന്വേഷണം എങ്ങനെ പൂർത്തിയാക്കാനാണെന്നും വിജയ് ഡിവൈഎസ്പിയോട് ചോദിക്കുന്നു. പക്ഷെ വിജയുടെ ആ സംസാരം ഡിവൈഎസ്പിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഒരാഴ്ച കൂടി സമയം തരാമെന്നും അതിനുള്ളിൽ കേസ് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എഴുതി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണമെന്നും ഡിവൈഎസ്പി വിജയോട് പറയുന്നു. അങ്ങനെ ആകെ നിരാശനായി സ്റ്റേഷനിലിരിക്കുമ്പോഴാണ് ബാലനൊരു കാര്യം പറയാനായി വിജയുടെ അടുത്തേക്ക് വരുന്നത്. തൊട്ടടുത്ത സ്റ്റേഷനിലെ ദീപക് സാർ വിളിച്ചിരുന്നെന്നും അവിടെയുള്ള ഒരു തട്ടാന്റെ അടുത്ത് ഒരു സ്ത്രീ സ്വർണം വിൽക്കാൻ ചെന്നെന്നും അത് മോഷണവസ്തുവാണോ എന്ന് സംശയം തോന്നിയിട്ട് അയാൾ ദീപക് സാറിനെ വിളിച്ചെന്നും ബാലൻ വിജയോട് പറയുന്നു. ഇത് കേട്ടതും വിജയ് ബാലനെയും കൂട്ടി ദീപക് പറഞ്ഞ ആ തട്ടാന്റെ അടുത്ത് പോകുന്നു. ഇന്നലെയാണ് ഒരു സ്ത്രീ സ്വർണം വിൽക്കാനായി തട്ടാന്റെ അടുത്ത് വന്നത്. 2.5 പവനോളം വരുന്ന ആ മാല വിൽക്കാൻ വന്ന സ്ത്രീ തട്ടാൻ പറഞ്ഞ വിലയ്ക്ക് തന്നെ വെക്കാൻ തയ്യാറാവുകയായിരുന്നു. ഇപ്പോൾ റെഡി ക്യാഷ് ഇല്ലെന്നും മാല മറ്റു ബയേഴ്സിനെ കാണിച്ചിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കാമെന്ന് തട്ടാൻ പറയുമ്പോൾ ആ സ്ത്രീ മൊബൈൽ നമ്പർ കൊടുക്കാതെ പിറ്റേന്ന് രാവിലെ നേരിട്ട് വരാമെന്ന് പറയുകയായിരുന്നു. സാധാരണ സ്വന്തം സ്വർണ്ണമാണെങ്കിൽ മാക്സിമം ബാർഗെയിൻ ചെയ്തിട്ടാണ് ആളുകൾ വില ഉറപ്പിക്കുന്നത്. ആ സ്ത്രീ ഇതൊന്നും ചെയ്യാതെ മൊബൈൽ നമ്പർ തരാൻ മടിക്കുകയും പറഞ്ഞ സമയത്ത് പിന്നീട് വരിക കൂടി ചെയ്യാഞ്ഞതോടെയാണ് തട്ടാന് സംശയം തോന്നിയത്. ആ സ്ത്രീക്ക് ഏകദേശം 30-35 പ്രായം ഉണ്ടായിരുന്നെന്നും ഇവിടെ നിന്നിറങ്ങി നേരെ തൊട്ടടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലേക്കാണ് പോയതെന്നും തട്ടാൻ വിജയോട് പറയുന്നു. ഇനി എന്തായാലും ആ സ്ത്രീ വീണ്ടും വന്ന എന്നെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് വിജയ് അവന്റെ നമ്പർ കൊടുക്കുന്നു. ശേഷം തട്ടാൻ പറഞ്ഞ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ആ സ്ത്രീയെ കുറിച്ച് അന്വേഷിക്കുന്നു. പക്ഷെ അവിടെയുള്ള സ്റ്റാഫിന് അങ്ങനെ ഒരു സ്ത്രീയെ ഓർമ്മയുണ്ടായിരുന്നില്ല. അത് കേട്ടതും ആ സ്ത്രീ വന്നെന്ന് തട്ടാൻ പറഞ്ഞ സമയത്ത് ആ മെഡിക്കൽ ഷോപ്പിൽ നടന്ന സകല പർച്ചേസുകളുടെയും ബില്ല് വിജയ് അവരോട് ചോദിച്ചു വാങ്ങിക്കുന്നു. ശേഷം അതിലുള്ള മരുന്ന് ഏത് രോഗത്തിനുള്ളതാണെന്ന് ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്യുന്നു. അവർ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടാണ് തട്ടാന്റെ മകൻ അവിടേക്ക് വരുന്നത്. അച്ഛനിൽ നിന്നും പോലീസ് വന്നതിന്റെ കാരണം മനസ്സിലായതും തനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അവൻ വിജയെ കോൾ ചെയ്യുന്നു. സ്വർണം വിൽക്കാൻ വന്ന ആ സ്ത്രീയുടെ റിംഗ് ടോണ് ഒരു ചെണ്ട കൊട്ടുന്ന സൗണ്ട് ആയിരുന്നെന്ന് തട്ടാന്റെ മകൻ വിജയോട് പറയുന്നു. എന്തൊക്കെയോ സംശയം തോന്നിയതുപോലെ വിജയ് സൈബർ സെല്ലിൽ വിളിച്ച് ചില നമ്പറുകളുടെ ഡീറ്റെയിൽസ് ആവശ്യപ്പെടുന്നു. ശേഷം ഫിനാൻസിലും മക്കിമല റിസോർട്ടിലും പോയി ആവശ്യമുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നു. പിന്നീട് ക്വാർട്ടേഴ്സിലെത്തി അന്നത്തെ ഫിനാൻസിലെ റോബറിക്ക് മുമ്പുള്ള CCTV വിഷ്വൽസ് ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കുന്നു. അതിൽ നിന്നും എന്തോ കണ്ടുപിടിച്ച പോലെ വിജയുടെ മുഖഭാവം മാറുന്നു. ശേഷം സ്റ്റേഷനിലേക്ക് നടന്നു പോകുമ്പോൾ അവന്റെ ഉള്ളിൽ പഴയതുപോലതും വീണ്ടും ഓർമ്മ വരുന്നു. തട്ടാന്റെ മകൻ പറഞ്ഞത് കേട്ട് സംശയം തോന്നി ആനന്ദിന്റെ ഭാര്യ അഞ്ജനയുടെ ഫോട്ടോ വിജയ് കാണിച്ചു കൊടുക്കുമ്പോൾ ആ സ്ത്രീയാണ് സ്വർണം വിൽക്കാൻ വന്നതെന്ന് അവർ തിരിച്ചറിയുന്നു. പണ്ട് ആനന്ദിന്റെ വീട്ടിൽ സ്ട്രോക്ക് വന്ന അമ്മയെ കാണാൻ പോയപ്പോഴാണ് അഞ്ജനയുടെ ഫോണിലെ ചെണ്ട കൊട്ടുന്ന റിംഗ് ടോൺ വിജയ് കേൾക്കുന്നത്. മാത്രമല്ല തട്ടാന്റെ അടുത്തുനിന്ന് മെഡിക്കൽ ഷോപ്പിലേക്ക് പോയ സ്ത്രീ അവിടെ നിന്ന് വാങ്ങിയത് സ്ട്രോക്ക് വന്നവർക്കുള്ള മരുന്നായിരുന്നു. അങ്ങനെയാണ് വിജയ്ക്ക് അഞ്ജനയെ സംശയം തോന്നി ആ ഫോട്ടോ തട്ടാനെ കാണിച്ചത്. ശേഷം ഫിനാൻസിൽ ചെന്ന് അഞ്ജന വിൽക്കാൻ ശ്രമിച്ച മാലയുടെ ഫോട്ടോ കാണിച്ച് അത് അവിടെ നിന്ന് മോഷണം പോയത് തന്നെയാണെന്ന് ഉറപ്പിക്കുന്നു.
ഓരോന്നോർത്ത് വല്ലാത്തൊരു ഭാവത്തോടെയാണ് വിജയ് സ്റ്റേഷനിലുള്ളിലേക്ക് കയറുന്നത്. അകത്ത് ആനന്ദിനെ കണ്ടതും അഞ്ജന വിൽക്കാൻ ശ്രമിച്ച മാലയുടെ ഫോട്ടോ വിജയ് അവന് കാണിച്ചു കൊടുക്കുന്നു. മോഷണം പോയ മാല അഞ്ജനയ്ക്ക് എങ്ങനെ കിട്ടിയെന്ന് വിജയ് ചോദിക്കുമ്പോൾ ആനന്ദ് അതിന് മറുപടിയൊന്നും പറയുന്നില്ല. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നിന്റെ കൂട്ടുപ്രതിയെ കൂടി പറയാൻ വിജയ് പറയുമ്പോൾ ആനന്ദ് വീണ്ടും മൗനം പാലിക്കുന്നു. അത് കണ്ടതും വിജയ് ബിബീഷിനെ കൂടെ ആനന്ദിന്റെ അടുത്തേക്ക് പിടിച്ചു നിർത്തുന്നു. ഫിനാൻസിൽ മോഷണം നടന്ന ദിവസം ആനന്ദും ബിബീഷും കൂടെ പൂക്കോട് ഭാഗത്തേക്ക് പെട്രോളിങ്ങിന് പോയെന്നാണ് എല്ലാവരോടും പറഞ്ഞിരുന്നത്. പക്ഷെ CCTVയിൽ മോഷ്ടാക്ക സെക്യൂരിറ്റി ബോധം കെടുത്തുന്ന സമയം അടുത്തുള്ള വെള്ളക്കെട്ടിലെ ബീക്കൺ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ വിജയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പിന്നീട് ബിബീഷിന്റെ ആനന്ദിന്റെ മൊബൈൽ നമ്പറുകളുടെ ടവർ ലൊക്കേഷൻ വെച്ചും മോഷണ സമയം അവർ എവിടെ ഉണ്ടായിരുന്നെന്ന് വിജയ് ഉറപ്പിക്കുന്നു. ആനന്ദും ബിബീഷുമാണ് കുറ്റവാളികളെന്ന് തിരിച്ചറിഞ്ഞതും ഞെട്ടലിനേക്കാൾ കൂടുതൽ കൂടെ നിന്ന് ചർച്ചയിലുള്ള വിഷമമാണ് വിജയ്ക്ക് അവരോട് തോന്നുന്നത്. ഇനിയെങ്കിലും സത്യം പറയാൻ വിജയ് അവരോട് പറയുന്നെങ്കിലും ആനന്ദും ബിബീഷും മിണ്ടാതെ നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത്. സത്യനും കൃഷ്ണനും ആകട്ടെ അവിടെ നടക്കുന്നതൊക്കെ കണ്ട് ആകെ ഷോക്കായി നിൽക്കുന്നു. ഇനിയിപ്പോ എന്റെ മുകളിലുള്ള ഓഫീസേഴ്സ് വന്ന് ക്വസ്റ്റ്യൻ ചെയ്തോളൂ എന്ന് പറഞ്ഞ് വിജയ് സീനിയർ ഓഫീസറിനെ വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് സത്യൻ അവിടേക്ക് വന്ന് ആ ഫോൺ പിടിച്ചു വാങ്ങി ഭിത്തിയിലെറിഞ്ഞ് പൊട്ടിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്നറിയാതെ പകപ്പോടെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് കൃഷ്ണന്റെ സത്യന്റെ മുഖഭാവം മാറിയിരിക്കുന്നത് വിജയ് കാണുന്നത്. അവരെ 4 പേരും ഒറ്റക്കെട്ടാണെന്ന് തിരിച്ചറിഞ്ഞതും വിജയ് ആകെ പകച്ചു പോകുന്നു. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണെന്നും സാറിന് എന്തായാലും കാര്യങ്ങൾ അറിഞ്ഞാൽ പോരെയെന്നും പറഞ്ഞ് കൃഷ്ണനാണ് അന്ന് നടന്ന കാര്യങ്ങൾ വിജയോട് പറയുന്നത്. അരുളും അൻപും മണികണ്ഠനും കുമാറും ഒക്കെ ആയിരുന്നു നാട്ടിൽ പ്രധാനമായും ഡ്രഗ്സ് സപ്ലൈ ചെയ്തിരുന്നത്. ഇതിനിടെ കാശിന്റെ പേരും പറഞ്ഞ് അരുൾ മറ്റു 3 പേരുമായി പിണങ്ങിയപ്പോ അവർ 3 പേരും കൂടെ അരുളിനെ ഒറ്റുന്നു. അങ്ങനെ അവരിൽ നിന്ന് കൈക്കൂലി വാങ്ങി പോലീസുകാർ അരുളിനെ കസ്റ്റഡിയിലെടുക്കുന്നു. ലോക്കപ്പിൽ വെച്ച് ചോദ്യം ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിട്ടല്ല നിങ്ങൾ എന്നെ തല്ലുന്നതെന്ന് അരുൾ അവരോട് നേരിട്ട് ചോദിക്കുന്നു. ഇത് കേട്ടതും ആ ദേഷ്യത്തിൽ ബിബീഷ് സത്യനും ആനന്ദും കൃഷ്ണനും ചേർന്ന് അവനെ ഉപദ്രവിക്കുന്നു. അങ്ങനെ അവരുടെ ആക്രമണത്തിൽ തലയിടിച്ചാണ് അരുൾ മരണപ്പെടുന്നത്. മുൻപ് തമിഴ്നാട്ടിലെ ഒരു ബാങ്ക് മോഷണം നടത്തിയിട്ടാണ് അരുളും കൂട്ടുകാരൻ കേരളത്തിലേക്ക് വന്നതെന്ന് കൃഷ്ണൻ അറിയാമായിരുന്നു. അത് മനസ്സിൽ വെച്ച് അരുളിന്റെ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൃഷ്ണൻ ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. അൻപിനെയും മണികണ്ഠനെയും കുമാരനെയും വിളിപ്പിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ അരുളിന്റെ ബോഡി റജിയുടെ പറമ്പിൽ കുഴിച്ചിടുകയും അവരറിയാതെ അത് ആനന്ദിനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുകയും ചെയ്യുന്നു. മനഃപൂർവ്വം ആ ഡെഡ് ബോഡി വേഗം കണ്ടെത്തുന്ന രീതിയിലാണ് അവർ കുഴിച്ചിടുന്നത്. അരുളിന്റെ ഡെഡ് ബോഡി കണ്ടെടുത്തതിന്റെ 2ാം ദിവസം എല്ലാവരും അതിന്റെ ഷോക്കിൽ നിൽക്കുമ്പോൾ അൻപിനെയും മണികണ്ഠനെയും കുമാരനെയും കൊണ്ട് ഫിനാൻസ് മോഷണം നടത്തുന്നു. അന്ന് അവർക്ക് സഹായത്തിനായി ആനന്ദും ബിബീഷുമാണ് വണ്ടിയുമായി പുറത്ത് കാവല് നിൽക്കുന്നത്. മോഷണശേഷം കുറച്ച് പൈസ കൊടുത്ത് 3 തമിഴന്മാരെ നാട് കടത്താമെന്നും പിന്നീട് അരുളിന്റെ കൊലപാതകം അവരുടെ മേൽ കെട്ടിവെക്കാനുമാണ് കൃഷ്ണൻ പ്ലാൻ ചെയ്തത്. പക്ഷെ ആ പ്ലാനിങ് തെറ്റിച്ചുകൊണ്ട് ഇത്രയൊക്കെ ചെയ്തതിന് ഞങ്ങൾക്ക് കൂടുതൽ പണം തരണമെന്ന് പറഞ്ഞ് തമിഴന്മാർ അവരോട് പ്രശ്നം ഉണ്ടാക്കുന്നു. ആ വഴക്കിലാണ് അൻപിനെ അവർക്ക് കൊല്ലേണ്ടി വരുന്നത്. മറ്റു 2 പേരും അപ്പോഴെ തല്ലുകൊണ്ട് ബോധം കെടുന്നു. അൻപിന്റെ ബോഡി അവർ കയറ് കെട്ടി ഡാമിലിടുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മക്കിമലയിൽ വെച്ച് മണികണ്ഠനെ കൊലപ്പെടുത്തിയിട്ട് ബിബീഷാണ് രമ്യയെ റിസോർട്ടിൽ നിന്ന് വിളിക്കുന്നതായി പറഞ്ഞ് കോൾ ചെയ്യുന്നത്. ശേഷം വിജയ് അവിടേക്ക് വരുമ്പോൾ ആനന്ദാണ് അവന്റെയും ബാലന്റെയും തലക്കടിക്കുന്നത്. അരുളിനെയും അൻപിനെയും മണികണ്ഠനെയും കൊന്നിട്ട് കുമാറാണ് ഇതെല്ലാം ചെയ്തതെന്ന് വരുത്തി തീർക്കാനായിരുന്നു കൃഷ്ണൻ പ്ലാൻ ചെയ്തത്. എല്ലാം തങ്ങളുടെ പ്ലാൻ പോലെ വരുത്തി തീർക്കാനാണ് മണികണ്ഠന്റെ ബോഡിയിൽ മോഷണം പോയ മാല വെക്കുകയും അവരുടെ വീട്ടിൽ നിന്ന് കിട്ടിയ രീതിയിൽ ഫിനാൻസിലെ കാർഡ് സത്യം നിന്ന് കൊണ്ടുവച്ചിട്ട് കണ്ടെത്തുന്നത്. എല്ലാം കേട്ടതും കുമാർ എവിടെയാണെന്ന് വിജയ് ചോദിക്കുമ്പോൾ ആ രഹസ്യം മറ്റാരും അറിയില്ലെന്നും അതാണ് ഈ കേസിൽ ഞങ്ങളുടെ തൂർപ്പ് ചീട്ടെന്നും കൃഷ്ണൻ മറുപടി പറയുന്നു. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണെന്നും സാറ് ഞങ്ങളോട് സഹകരിക്കണമെന്നും കൃഷ്ണൻ വിജയോട് പറയുമ്പോൾ വിജയ് അത് കേൾക്കാൻ കൂട്ടാക്കാതെ തന്റെ ക്യാബിനുള്ളിലേക്ക് കയറുന്നു. പക്ഷെ പെട്ടെന്നാണ് അതിനകത്ത് നിന്നും വിദ്യ അവന്റെ നെഞ്ചത്ത് ചവിട്ടി താഴെ ഇടുന്നത്. വിദ്യ അവിടെ കൂട്ടാളിയാണെന്ന് അറിഞ്ഞതും വിജയ് ശരിക്കും ഷോക്കാവുന്നു. ആ സമയം കൊണ്ട് ബിബീഷി എന്ന് പുറത്തേക്കുള്ള വാതിലടയ്ക്കുന്നു. കവർച്ചയും കൊലപാതകങ്ങളും നടത്തിയ കുമാറിനെ പിടികൂടാൻ ശ്രമിച്ച SI വിജയെ കൊലപ്പെടുത്തി കുമാരൻ രക്ഷപ്പെട്ടു എന്നായിരിക്കും ഇനി പുറത്തറിയാൻ പോകുന്നതെന്ന് കൃഷ്ണൻ വിജയോട് പറയുന്നു. ശേഷം അവർ 5 പേരും ചേർന്ന് വിജയെ ആക്രമിക്കുന്നു. വിജയ് അവരോട് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നെങ്കിലും അവൻ അതിന് കഴിയുന്നില്ല. ഒടുവിൽ പേപ്പർ കുത്തിവെക്കുന്ന വലിയ സൂചി കൊണ്ട് അവർ വിജയുടെ പിൻകഴുത്തിൽ കുത്തുന്നു. ഏറെ വേദനയ്ക്കിടയിലും ആ സൂചി വലിച്ചൂരിയെടുത്ത് വിജയ് അവരെ എല്ലാം തിരിച്ചാക്രമിക്കുന്നു. ശേഷം ഒരു ഭ്രാന്തനെ പോലെ വിജയ് അവരെ എല്ലാം തിരിച്ചടിക്കുന്നു. ഓരോ ഭാഗത്തായി അവരെല്ലാം തളർന്നു വീണ ശേഷം വിജയ് വിവരം അറിയിച്ച് ബാലനും രമ്യയും DYSP ഉൾപ്പെടെയുള്ള മറ്റു പോലീസുകാരും അവിടേക്ക് വരുന്നു. പ്രതികളെ എല്ലാം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് കണ്ട് സംഭവിച്ചൊന്നും വിശ്വസിക്കാനാകാതെ രമ്യയും ബാലനും വിഷമിച്ചു നിൽക്കുന്നു. അപ്പോഴേക്കും സംഭവങ്ങൾ അറിഞ്ഞ് നാട്ടുകാരും അവിടേക്ക് വരുന്നു. അങ്ങനെ കുറ്റവാളികളെ എല്ലാം പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതും അവസാന സ്റ്റേഷനിൽ രമ്യയും ബാലനും വിജയും മാത്രം അവശേഷിക്കുന്നതും കാണിച്ച് മൂവി അവസാനിക്കുന്നു. അപ്പൊ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ മൂവി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മൂവിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒപ്പം എന്റെ എക്സ്പ്ലനേഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും മറക്കാതെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.